എല്ലാവർക്കും നമസ്കാരം. ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും ശരത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് അവര് തമ്മിലൊന്ന് ഉരസി. അപ്പൊ സച്ചി പറഞ്ഞു, നീ ആദ്യം നിന്റെ അനുജനെ പോയി നന്നാക്ക്. അവന് ആ ഗജാനന്ദന്റെ കൂട്ടുകാരനുമായിട്ടാണ് കൂട്ട്. അതുകൊണ്ട് തന്നെ അവന്റെ സ്വഭാവത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നീ ആദ്യം നിന്റെ അനുജനെ നന്നാക്കെന്നൊക്കെ പറഞ്ഞു. രേവതിക്കാണെങ്കിൽ തന്റെ അനിയന്റെ കാര്യമൊക്കെ സച്ചി ഇങ്ങനെ പറയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നല്ലതുപോലെ ദേഷ്യമൊക്കെ വന്നു. അങ്ങനെ അവൾ സച്ചിയോട് ഗർവിച്ചിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സച്ചി ഇപ്പം കാറൊക്കെ അല്ല ഓടിക്കുന്നത്. സച്ചിയുടെ കാറൊക്കെ നഷ്ടപ്പെട്ടു. അതിന് പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി ഇപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവൻ ഒരു ഓട്ടം പോകുന്ന ആ ഒരു സമയത്ത് ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ട് ആക്കാൻ പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്താണെങ്കിലോ സമൂഹ വിവാഹത്തിന്റെ കാര്യങ്ങൾ, അതായത് 500 പേരുടെ ആ ഒരു വിവാഹം, അത് നടക്കുന്ന കാര്യങ്ങളൊക്കെ സച്ചി ഇങ്ങനെ കണ്ടു. അപ്പൊ സച്ചി തന്റെ ഫ്രണ്ടാണ് ആ രാഷ്ട്രീയക്കാരൻ, അയാളുടെ അടുത്ത് ചോദിച്ചു, അല്ല എങ്ങനെയാടാ ഇതെങ്ങനെയൊക്കെയാണ്, നിങ്ങൾ എത്രമാത്രം പിരിവെടുത്തും അതുപോലെ തന്നെ എന്തോരം കഷ്ടപ്പെട്ടു ആയിരിക്കുമല്ലേ ഈ ചടങ്ങൊക്കെ ഗംഭീരമാക്കുന്നത്. അതേടാ സച്ചി, ദേ നീ ഒരു കാര്യം ചെയ്, നിന്റെ കസ്റ്റഡിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയ്, വിവാഹം കഴിക്കാൻ പറ്റുന്നവര് അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാം. ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ പാർട്ടി ഇടപെട്ട് നടത്തുന്ന ഒരു നല്ലൊരു കാര്യം തന്നെയാണ് ഇതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സച്ചിയും കൂട്ടിയിട്ട് കൂട്ടുകാരനാണെങ്കിൽ അവിടുത്തെ മുഖ്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് ചെന്നു. അയാളാണെങ്കിൽ സച്ചി പരിചയപ്പെടുകയും അതുപോലെ തന്നെ സച്ചിയോട് വളരെ കാര്യമായിട്ടും ഒക്കെ സംസാരിച്ചു. ഇതിനിടക്കാണെങ്കിലോ തൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, അതെ സാറേ, ഒരു പ്രശ്നമുണ്ട്. നമുക്ക് നാളത്തേക്ക് പൂമാല തരാമെന്ന് പറഞ്ഞ ആള്, ആ ചെറുക്കൻ അവൻ്റെ അടുത്ത വീട്ടിലെ പെൺകുട്ടിയും വിളിച്ചുകൊണ്ട് ഒളിച്ചോടിപ്പോയി. ഇനി നമുക്ക് നാളെ പൂമാല കിട്ടാനൊന്നും സാധ്യതയില്ല. നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. എടാ നീ എന്താടാ ഈ പറയുന്നത്? വെറും 2 ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ പരിപാടിക്ക്. ഈ സമയത്ത്, അതും ഈ മുഹൂർത്ത സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെ പോവാനാണ് എന്നൊക്കെ പറഞ്ഞ് ഇവര് കല്യാണമാലയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കിക്കുകയാണ്. സച്ചിയാണെങ്കിൽ ഈ സമയത്ത് ഇതൊക്കെ കേട്ടു. അപ്പം കൂട്ടുകാരൻ പറഞ്ഞു, ദേ സാറേ, ഈ നിൽക്കുന്ന സച്ചിയുടെ ഭാര്യ നല്ല ഒന്നാന്തരമായിട്ട് പൂമാല കെട്ടും. നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലും കല്യാണത്തിനും ഒക്കെ അവളാണ് കെട്ടിക്കൊടുക്കുന്നതും എന്നൊക്കെ പറഞ്ഞു. അപ്പം സച്ചിയുടെ അടുത്ത് ആ രാഷ്ട്രീയക്കാരൻ പറഞ്ഞു, അതെ ഞങ്ങൾക്ക് 2 ദിവസത്തിനകം 500 മാലകൾ കിട്ടണം, നടക്കുമെന്ന് ചോദിക്കുകയാണ്. ആ നടക്കും സാറേ, നടക്കും, ഞാൻ ശരിയാക്കി തരാം. എൻ്റെ ഭാര്യ നല്ല 1-ാം തരത്തിൽ പൂ കെട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചിയോട് അയാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡീലങ്ങ് ഉറപ്പിക്കട്ടെ. ആയിക്കോട്ടെ സാറേ. അങ്ങനെ പുള്ളിക്കാരൻ ഒരു 20,000 രൂപ എടുത്ത് സച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു. ദേ ഇത് അഡ്വാൻസ് തുക മാത്രമാണ്, നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് സംസാരിക്കണം, പിന്നെ എല്ലാം പറഞ്ഞതുപോലെ കറക്റ്റ് സമയത്ത് എത്തിക്കണമെന്നും ഒക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി അവിടുന്ന് പോവാണ്. സച്ചിക്ക് വലിയ സന്തോഷമൊക്കെ ആയിട്ടോ. സച്ചി അവിടുന്ന് നേരെ ചെന്നത് വീട്ടിലേക്കാണ്. ഈ ഒരു സന്തോഷ വാർത്ത പറയണമല്ലോ. അങ്ങനെ സച്ചിയോട് പിണങ്ങി നമ്മുടെ രേവതി ഗർവിച്ചൊക്കെ ഇരിക്കുവാണ്. അതുകൊണ്ട് തന്നെ ഇവളാണെങ്കിലും സച്ചി വന്നിട്ട് പ്രത്യേകിച്ച് മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ സച്ചിയാണെങ്കിലോ, അച്ഛൻ ഇപ്പൊ എവിടെ പോവാണ് എന്ന് ചോദിച്ചിട്ട് രവിയുടെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പൊ രവി പറഞ്ഞു, എടാ ഞാനൊന്ന് പുറത്തേക്ക് പോവാണ്. അല്ല എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പം അതൊക്കെ ഉണ്ട്, അച്ഛൻ ഇപ്പൊ പോകണ്ട, അച്ഛൻ രേവതിയെ ഒന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ രവി അവിടെ ഇരുന്നിട്ട്, എടാ രേവതിനെ വിളിക്കാനാണെങ്കിൽ നിനക്ക് വിളിച്ചാൽ പോരെ? അത് പറ്റില്ലച്ചാ, അച്ഛൻ തന്നെ വിളിക്കണമെന്നും പറഞ്ഞ് നമ്മുടെ സച്ചി രവിയെ കൊണ്ട് രേവതിയെ വിളിപ്പിക്കുകയാണ്. അങ്ങനെ ഇവര് വിളിച്ച പാടെ തന്നെ നമ്മുടെ രേവതി അവിടെ വന്നു. എന്താ അച്ഛാ, എന്തെങ്കിലും വേണോന്ന് ചോദിക്കുമ്പം, മോളെ ഞാനല്ല വിളിച്ചത്, സച്ചി പറഞ്ഞിട്ട് ഞാൻ വിളിച്ചതാണ്. എന്താ അച്ഛാ വിളിച്ചതെന്ന് ചോദിക്ക്, പുള്ളിക്കാരനോട് തന്നെ ചോദിക്കുന്നു പറഞ്ഞു. അങ്ങനെ അച്ഛനും അതുപോലെ തന്നെ നമ്മുടെ രേവതി പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു, സച്ചി പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു. അച്ഛൻ ഇവരുടെ രണ്ടിൻ്റെ ഇടയിൽ ഒരു മീഡിയേറ്ററായിട്ടിരുന്ന് സംസാരിക്കുകയാണ്. ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് അച്ഛാ രേവതിയെ വിളിപ്പിച്ചത്. അത് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞതും, അത് ചെയ്തു തരാൻ പറ്റുമച്ചാ, അങ്ങനെ തന്നെ പറഞ്ഞേക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം 2 ലക്ഷം രൂപയോളം അവർക്ക് അന്നത്തെ ദിവസം ആ ഒരു പൂമാല കെട്ടിക്കെടുക്കുന്നതിൽ നിന്ന് കിട്ടുമെന്നൊക്കെ പറഞ്ഞു. രേവതിക്ക് വലിയ സന്തോഷമൊക്കെ ആയി. അഡ്വാൻസ് തുക സച്ചിയാണെങ്കിൽ രവിയെ ഏൽപ്പിച്ചു. രവി അത് ഐശ്വര്യത്തോടു കൂടി രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തു. അങ്ങനെ അവൾ ആ ഒരു കിട്ടിയ പൈസ തൊട്ടുതൊഴുവൊക്കെ ചെയ്തു.
അങ്ങനെ അവരവിടെ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സമയത്താണെങ്കിലും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെയും സുധിയെയുമാണ്. രണ്ടുപേരും കൂടെ ഇങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുന്ന ആ ഒരു സമയത്ത് ശ്രുതിയുടെ അടുത്ത് ശ്രുതി പറഞ്ഞു, അതെ ശ്രുതി, എനിക്ക് കാനഡയിൽ പോകണമെന്നൊക്കെ വലിയ ആഗ്രഹമാണ്. പിന്നെ നിനക്ക് എങ്ങനെയാണ്, നിനക്ക് എന്നോടൊപ്പം വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് എന്തായാലും ഇപ്പം ഈ നാട്ടിൽ നിന്ന് പിരിഞ്ഞു മാറി നിൽക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് ഒരുപാട് ആഗ്രഹമാണ് ഇങ്ങനെ കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്നത്. നമുക്ക് ഈ നാട്ടിൽ നിന്നാൽ പോരെ, നിങ്ങൾ ആദ്യം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ഒരു 6 മാസമെങ്കിലും ഏതെങ്കിലും ഒരു ജോലി ചെയ്യും, അതിനുശേഷം വിദേശത്ത് പോകുന്ന കാര്യമൊക്കെ ആലോചിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പൊ ഇവൾ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിലും, ശ്രുതി നീ അവിടെ ഒന്ന് നിൽക്ക്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കാനഡയിൽ പോകണമെന്നുള്ളത്. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കിന് ശ്രുതി ആണെങ്കിൽ, അല്ല മോൻ്റെ ഉദ്ദേശം എന്താണ്? ഈ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നോട് കാശ് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ വല്ല കാശ് കായ്ക്കുന്ന മരം വല്ലതും ആണോ? അങ്ങനെയൊക്കെ അവൾ ചോദിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ ശ്രുതി പറഞ്ഞു, നിന്റെ അച്ഛൻ മലേഷ്യയിൽ വലിയ ബിസിനസ്സുകാരനല്ലേ, അയാളുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്ക്, എന്തെങ്കിലും തരും. അതെ, എൻ്റെ അച്ഛൻ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മുടെ വീടിൻ്റെ ആധാരമൊക്കെ തിരികെ എടുത്തത്, അത് മറന്നുപോയോന്ന് ചോദിക്കുക. ഇടയ്ക്കിടയ്ക്ക് പോയി എൻ്റെ അച്ഛനെ ബുദ്ധിമുട്ടിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്നും ഒക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആധാരമൊക്കെ എടുപ്പിച്ചത് ബ്യൂട്ടി പാർലർ വിറ്റിട്ടാണ്, അച്ഛനെന്ന് പറയുന്ന ആൾ പോലും ഇല്ലല്ലോ. അപ്പം ഈ ഒരു കാര്യങ്ങളൊന്നും ശ്രുതി നമ്മുടെ ശ്രുതിയുടെ അടുത്ത് പറയുന്നില്ല. അങ്ങനെ ഇവർ സംസാരിച്ചു. അപ്പൊ ഭാര്യയ്ക്ക് താല്പര്യമില്ല എന്നൊക്കെ മനസ്സിലായി. ശ്രുതിയാണെങ്കിൽ ഇനി എന്ത് ചെയ്യും, ആരോട് ചോദിച്ചാലാണ് കാശ് കിട്ടുക? അങ്ങനെയൊക്കെ ആലോചിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയം രണ്ടാൾക്കാർ ബൈക്കിലങ്ങ് പോവുകയാണ്. അപ്പം ഇവന്മാരാണെങ്കിലോ നമ്മുടെ ശ്രുതിയെ കണ്ട പാടെ തന്നെ, എടാ വണ്ടി തിരിക്ക്, ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതിയുടെയും സുധിയുടെയും മുന്നിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി. ആ സമയമാണെങ്കിലോ ശ്രുതി ഇങ്ങനെ ചോദിച്ചു, നിങ്ങളാരാ, നിങ്ങൾ എന്താ ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയത്? അതെ, ഞങ്ങൾ ആരാണെന്ന് ഈ ഹെൽമറ്റ് ഊരുമ്പം മേഡത്തിന് മനസ്സിലാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഹെൽമറ്റ് ഊരിയതും അവന്മാരെ കണ്ട് നമ്മുടെ ശ്രുതി അങ്ങ് ഞെട്ടി. മറ്റാരുമല്ല, ശ്രുതി ഒരു 4 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ബാങ്കിലേക്ക് തിരിഞ്ഞു കയറിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവരാണെങ്കിൽ നമ്മുടെ ശ്രുതിയൊക്കെ അന്വേഷിച്ച് നടക്കുക. നിന്നെ ഞാൻ എത്ര കാലമായി അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ടെന്നോ? നീ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാനാണ്? ഞങ്ങളുടെ ബാങ്കിലെ കാശൊക്കെ അടച്ചു തീർത്തിട്ട് മര്യാദക്ക് നടക്ക്, അതായിരിക്കും നിനക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞു. അല്ല, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ സുധി ഇവരുടെ നേരെ കയർത്ത് സംസാരിക്കുകയാണ്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ്? അല്ല, താൻ ഇവരുടെ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവളുടെ ഭർത്താവാണ്, ഇവളുടെ എന്ത് കാര്യത്തിലും ചോദിക്കാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ശ്രുതി പറഞ്ഞു. അപ്പോൾ ബാങ്കുകാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ആ 4 ലക്ഷം രൂപ താനിങ്ങ തന്നേര്, തൻ്റെ പേരിലും തൻ്റെ ഭാര്യയുടെ പേരിലും ഒരു പ്രശ്നത്തിനും ഞങ്ങൾ വരില്ല. ബാങ്കിൽ നിന്ന് കാശ് എടുത്തിട്ട് ഉടായ്പ് കാണിച്ച് നടക്കുകയാണ്, കള്ളിയാണ് ഇവള്, പെരും കള്ളി. അങ്ങനെയൊക്കെ പറഞ്ഞ് നടു റോഡിൽ വെച്ച് ശ്രുതിയെ അപമാനിക്കുകയാണ്. അപ്പം ഇതൊക്കെ കണ്ട് അപ്പുറം 2 ചേച്ചിമാരും ഒക്കെ നിൽക്കുന്നുണ്ട്. ശ്രുതിയും പെരുവഴിയിൽ നിന്ന് നാണം കെട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടന്നപ്പോഴാണെങ്കിലും, മേഡം ഒരു കാര്യം ചെയ്യും, മേഡത്തിൻ്റെ ആധാർ കാർഡ് ഇങ്ങോട്ടൊന്ന് എടുത്തേ, മേഡത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ നിർത്തിക്കൊണ്ട് ശ്രുതിയുടെ കയ്യിലിരിക്കുന്ന ആധാറിൻ്റെയും കൂടെ ചേർത്തുള്ളൊരു ഫോട്ടോ ഈ ബാങ്കുകാരെടുത്തു. അതിനുശേഷം 1 മാസത്തെ സാവകാശം നിങ്ങൾക്ക് ഞങ്ങൾ തരും, അതിനുള്ളിൽ ഈ പൈസ അടച്ചു തീർത്തില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ കെട്ടിയോനെ ആയിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു ഭീഷണിയൊക്കെ ഇവിടെ നടക്കുമ്പോഴാണെങ്കിലും അവന്മാർ പോവുകയും ചെയ്തു. അതിനുശേഷം നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ചോദിച്ചു, ശരിക്കും എന്തിനാ നീ പൈസ എടുത്തത്? ഞാൻ ഒരു 25,000 രൂപ നിന്നോട് പറയാതെ എടുത്തു എന്നും പറഞ്ഞ് നീ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയതാണ്, എന്നിട്ടാണ് 4 ലക്ഷം രൂപ ഇതെന്തിനു വേണ്ടി എടുത്തതാണ് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും ശ്രുതിക്ക് ദേഷ്യം വന്നു. ശ്രുതി പറഞ്ഞു, മീരയുടെ അമ്മയ്ക്ക് ഒരു അസുഖം വന്ന സമയത്ത് അവരുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് താൻ ആ പൈസയൊക്കെ എടുത്തത്. അതിനുശേഷം മീര അടച്ചുപോയതുമാണ്, അവൾക്ക് എന്തോ ഒരു എമർജൻസി വന്നു, അതുകൊണ്ട് മാത്രമാണ് മുടങ്ങിപ്പോയത്. ഈ പൈസ ഞാനായിട്ട് എടുത്തതല്ല എന്നൊക്കെ പറഞ്ഞ് ഇവൾ അവിടെ വെച്ചൊരു കള്ളക്കഥ മെനയാണ്. അപ്പൊ ശ്രുതിയാണെങ്കിൽ, നിനക്ക് എന്ത് കാര്യം ഇരിക്കുന്നു, അവള് ഒരു വലിയ നന്മ ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ കുറ്റപ്പെടുത്തുന്ന സമയത്ത്, എന്തായാലും താൻ അധികം വർത്തമാനമൊന്നും പറയണ്ട, അച്ഛൻ്റെ 50 ലക്ഷം രൂപയും കൊണ്ട് മുങ്ങിയവനല്ലേ താൻ. അങ്ങനെ ഒരു ഡയലോഗ് ശ്രുതിയുടെ വായിന്ന് കേൾക്കുകയാണ്.
ഈ സമയത്താണെങ്കിലോ നമ്മുടെ ശ്രുതിക്ക് ശരിക്കും അങ്ങ് ഫീൽ ചെയ്തു. ശ്രുതി അവിടെ നടുറോട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. തൻ്റെ ഭാര്യ വരെ തന്നെ തള്ളി പറയുന്നു, എടി ഇത്രയും കാലവും സച്ചിയാണ് എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്, ഇപ്പം നീയും തുടങ്ങിയല്ലേ, തുടങ്ങിക്കോ എന്നും പറഞ്ഞ് ശ്രുതിയുടെ അടുത്ത് നിന്നും പിണങ്ങിപ്പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക്